നാളായിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ ആയത്. വലിയ ഭയങ്കര ഒന്നുമല്ല, കുഞ്ഞു മക്കൾക്ക് ക്രയോൺസ് വെച്ചിട്ട് എങ്ങനെയാ നല്ലൊരു പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുക എന്ന്. ഞാൻ എവിടെ പോകുമ്പോഴും വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒത്തിരി കുഞ്ഞുമക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് വരച്ചു വിടുകയാണല്ലോ. ഈ ക്രയോൺസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മീഡിയം ആണെങ്കിലും ബേസിക് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്ന മീഡിയം ആണെങ്കിലും അതിലും കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് യൂസ് ചെയ്ത് വരയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി കൂട്ടാൻ പറ്റും. ഒരു കോമ്പറ്റീഷന് വേണ്ടി കോമ്പറ്റീഷനൊന്നും നോക്കണ്ട, ഒരു പിക്ചർ നല്ല രീതിയിൽ വരാൻ വേണ്ടി ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ആ ട്രിക്സ് ചെയ്ത് നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് ഒത്തിരി ഭംഗിയായിട്ട് വരും. നന്നായിട്ട് വരയ്ക്കാൻ ഇഷ്ടമുള്ള മക്കൾ ഇത് നോക്കി പഠിക്കണം, പ്രാക്ടീസും ചെയ്യണം. ഓക്കെ, today I'm going to teach you some easy crayon coloring tricks that will make your picture look neat, bright and colorful. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? So grab your crayons, your coloring book and let's get started. Okay, tip number 1. നമുക്ക് മൊത്തം 7 ടിപ്സ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് ടിപ്പ്, ഹോൾഡ് യുവർ crayons correctly. ആദ്യം നമുക്ക് ഈ ക്രയോൺസ് എങ്ങനെയാണ് പിടിക്കുന്നതെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, അതിന് പ്രത്യേകിച്ചൊന്നും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ പെൻസിൽ എങ്ങനെയാണോ പിടിക്കുന്നത് അങ്ങനെ വേണം ക്രയോൺസും പിടിക്കാൻ. ഓക്കെ, ഹോൾഡ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് യു ഹോൾഡ് യുവർ പെൻസിൽ. നോട്ട് ടു ടൈറ്റ്, നോട്ട് ടു ലൂസ്. ഓക്കെ, അതായത് നല്ല ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് കൈ പിടിക്കുക, പെൻസിൽ പിടിക്കുന്ന പോലെ തന്നെ. ഓക്കെ, എന്നിട്ട് നോക്കൂ, റിലാക്സ് ചെയ്ത് വരയ്ക്കുക. ഒത്തിരി സ്ട്രെയിൻ എടുത്ത് നമ്മൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ശക്തി മൊത്തം എടുത്ത് ഒന്നും കളർ ചെയ്യരുത്. കളർ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കണം, നമ്മുടെ ഹാൻഡ് റിലാക്സ്ഡ് ആയിരിക്കണം, നമ്മുടെ കളറ് ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് കൈ കൂടെ പോകണം. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം എങ്ങനെയാണ് ഇത് പിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ പെൻസിൽ പിടിക്കുന്ന പോലെ പിടിക്കണം, ഇറ്റ് ഷുഡ് ബി സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് നോക്കി ഇങ്ങനെ. ഓക്കെ, നമ്മൾ ഒത്തിരി ടൈറ്റ് ആയിട്ട് സ്ട്രെയിൻ ചെയ്ത് വരച്ചാൽ എങ്ങനെയാ വരിക? ഇങ്ങനെ 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 വരും. ഓക്കെ, അന്നേരം എന്താ, നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ വരകളെല്ലാം കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കളർ അടിച്ചാലും ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സ്ട്രോങ് ലൈൻസ് ഒക്കെ കാണേണ്ടി വരും. അപ്പം നമ്മൾ ഈ എപ്പോഴും നമ്മൾ റിലാക്സ് ചെയ്ത് ഒത്തിരി ശക്തി കൊടുക്കാതെ നീറ്റായിട്ട് വരയ്ക്കണം. ഒത്തിരി ശക്തി കൊടുക്കാനുള്ള വേറൊരു പ്രശ്നം, ഈ ക്രയോൺ ഒടിഞ്ഞു പോകും പെട്ടെന്ന്. എപ്പോഴും നമുക്ക് കാണത്തില്ലേ കുറേ ഒടിഞ്ഞ ക്രയോൺസ്? അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഭയങ്കര ശക്തി കൊടുക്കും, വി പുട്ട് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ക്രയോൺസ് ഒടിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് വരയ്ക്കാവുള്ള വരയ്ക്കുന്നു. അതാണ് ടിപ്പ് നമ്പർ 1. ഓക്കെ, ഇനി ടിപ്പ് നമ്പർ 2. അതിന് നമുക്ക് വേറൊരു കളർ എടുക്കാം. ഏതാ എടുക്കുക? ഈ കളർ. ഓക്കെ, ടിപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ കളർ ജെന്റ്ലി. ഇപ്പം ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കയ്യും ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും പിടിക്കണ്ട. അതുപോലെ വരയ്ക്കുമ്പോഴും നമ്മൾ ഒത്തിരി സ്ട്രോങ് ആയിട്ട് വരയ്ക്കണ്ട. അതായത് ഒറ്റ വരയിൽ തന്നെ നമുക്ക് വേണ്ട കളർ കിട്ടണമെന്ന് നമ്മൾ കിടന്ന് ചെയ്തുകൊണ്ടിരിക്കണ്ട. ഓക്കെ, പയ്യെ പയ്യെ നോക്കണ്ട, ഭയങ്കര സ്ലോ ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെ 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 സ്ലോ ആയിട്ട്. അപ്പോൾ ചോദിക്കും, ഇതെന്താ ഭയങ്കര ലൈറ്റ് ആണല്ലോ, ഇങ്ങനെ അല്ലല്ലോ എൻ്റെ പിക്ചർ ഇരിക്കേണ്ട, കുറച്ചുകൂടെ ഡാർക്ക് ആയല്ലോ ഭംഗിയുള്ളൂ എന്ന് ഓർക്കും. പക്ഷേ അങ്ങനെ വരണമെങ്കിൽ എന്താ, വേറൊരു ലെയർ നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ വരച്ചാൽ ഇറ്റ് വിൽ ബിക്കം, കണ്ട, ഇറ്റ് വിൽ ബിക്കം ഡാർക്ക്. ഇതും പോരാ, കുറച്ചുകൂടെ ഡാർക്ക് ആവണമെങ്കിൽ അനദർ ലെയർ, ആഡ് അനദർ ലെയർ. അപ്പം നോക്ക്, ഇറ്റ് വിൽ ബിക്കം മോർ ഡാർക്ക്. കണ്ട, അങ്ങനെ എത്ര ഡാർക്ക് ആണോ അത്രത്തോളം ലെയേഴ്സ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാം ഡാർക്ക് ആയിക്കോളും. മനസ്സിലായോ? ഇപ്പോൾ സെക്കൻഡ് ടിപ്പ് ഈസ് കളർ ജെന്റ്ലി, ഡോണ്ട് പ്രസ് ടു ഹാർഡ്. മനസ്സിലായോ? സ്റ്റാർട്ട് വിത്ത് ലൈറ്റ് കളറിങ്. നമുക്ക് ഡാർക്കർ കളർ വേണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് കളർ ഓവർ ഇറ്റ് അഗെയിൻ. ഇനി ടിപ്പ് നമ്പർ 3. അതിന് ഏത് കളറാണ് യൂസ് ചെയ്യുക? ഇത് നമുക്ക് ഗ്രീൻ. ഓക്കെ, ടിപ്പ് നമ്പർ 3,
കളർ ഇൻ വൺ ഡയറക്ഷൻ. അതായത് നമ്മളെപ്പോഴും നമ്മൾ കുഞ്ഞുമക്കളെല്ലാം എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, കളർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ട്രീ ആണെന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു ട്രീ ആണെന്ന് ഓർക്കുക. അപ്പം കുറേ ലൈൻസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കും, കുറേ ലൈൻസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കും, കുറേ ലൈൻസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും. അങ്ങനെ എല്ലാം കൂടെ വരയ്ക്കുമ്പോഴത്തേനും നോക്ക്, ഇതിൽ ഭംഗിയുണ്ടോ? നോക്ക്, ഇല്ല. സോ ഓൾവേസ് ക്രയോൺസ് കളർ ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ കളർ ചെയ്യാൻ, സെയിം ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ആപ്പിൾ വരച്ചെന്ന് ഓർത്തോ. ഓക്കെ, അത്ര ഭംഗിയൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഈ ആപ്പിളിന് നമ്മൾ ഇങ്ങനെ തന്നെ കളർ അടിക്കുക, സെയിം ഡയറക്ഷൻ. മനസ്സിലായോ? സെയിം ഡയറക്ഷനിൽ കളർ അടിച്ചാലാണ് ഈവൻ ആയിട്ട് വരിക. കണ്ടോ? സെയിം ഡയറക്ഷൻ അടിക്കണം. കുറേ ഇങ്ങനെ, കുറേ ഇങ്ങനെ, അങ്ങനെ അടിച്ചാൽ അതിന് ഭംഗി വരില്ല. വേറൊരു വലിയ ബോക്സ്, അതിന് കളർ അടിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ വര, എന്നിട്ട് തീരാത്തപ്പോൾ ഇങ്ങനെ കുറച്ച് വരച്ചു, പിന്നെ കുറച്ച് ഇങ്ങനെ വരച്ചു, പിന്നെ ഇങ്ങനെ വരച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വൈറ്റ് കളറൊക്കെ ഫില്ല് ചെയ്താലും നമുക്ക് ഭംഗി വരില്ല. മനസ്സിലായോ? ഇവിടെ സെയിം ഡയറക്ഷനിൽ വരയ്ക്കുമ്പോൾ ഭംഗി വരുന്നതുണ്ടോ? നോക്കിയാണേ, ബോർഡർ വരയ്ക്കണമെന്ന് ആൻറ്റി പറഞ്ഞുതരാം. അത് നെക്സ്റ്റ് ടിപ്പാണ്. നെക്സ്റ്റ് എപ്പോഴും നമ്മൾ ബോർഡർ വരയ്ക്കണം പെയിൻറ് ചെയ്യുന്നതിന് മുന്നേ. എന്നിട്ട് സെയിം ഡയറക്ഷനിൽ കളർ അടിക്കണം. സെയിം ഡയറക്ഷനിൽ കളർ അടിക്കുമ്പോൾ ഈ ഡയറക്ഷനും വരയൊന്നും കാണത്തില്ല, അതങ്ങ് നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടോ? ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയും 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 ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് അത്രയും ഭംഗിയായിട്ട് കിട്ടൂല. മനസ്സിലായോ? സോ third tip is color in one direction. Instead of coloring everywhere, try moving your crayons in one direction. മനസ്സിലായോ? നമ്മളിങ്ങനെ ക്രയോൺ വെച്ച് വരയ്ക്കുമ്പോഴത്തേനും ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ 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 വെക്കുന്നതിന് പകരം ഒരു ഡയറക്ഷനിൽ പോകണമെന്നല്ലേ ആൻറ്റി ഇപ്പോൾ പറഞ്ഞത്. ഒരു ഡയറക്ഷൻ പോകുന്നത് മാത്രമല്ല, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ. ഈ കൈ എപ്പോഴും ഇങ്ങനെ പെൻഡുലം പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് കണക്കണം കിണി 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 എന്ന് പറഞ്ഞ് എൻ്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഈ സൗണ്ട് കൂടി ഇടും. കിണി 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 എന്ന് പറഞ്ഞാൽ അവർ കളർ അടിക്കുക. സോ ഇങ്ങനെ കിണി 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 കണ്ടോ? അല്ലാതെ നമ്മൾ ഇങ്ങനെ 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 ഒന്ന് കൈ എടുക്കാൻ പാടില്ല. ഇങ്ങനെ 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 ലോങ് സ്ട്രോക്സ് ആണെങ്കിൽ പോലും ഈക്വൽ ആയിരിക്കണം. അതായത് ഇങ്ങനെ 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 പാടാം. കൈ ഇങ്ങനെ 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 കണ്ടോ? അങ്ങനെയാണ് ക്രയോൺസ് കളർ അടിക്കുക. അതിൻ്റെ ശക്തിയും നമ്മൾ തീരുമാനിക്കണം. എങ്ങനെ ശക്തി കൂട്ടിയാലും കുറച്ചാലും ഈ കൈ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഈ സൈഡ് തൊട്ട് ഈ സൈഡ് വരെ ക്രയോൺസിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ 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 കണ്ടോ? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ വരണം. മനസ്സിലായോ? ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് സ്റ്റേ ഇൻസൈഡ് ദ ലൈൻസ്. ഇതൊരു സീക്രട്ടാണ്. ഇതെല്ലാവരും പറഞ്ഞു തരത്തില്ല. ഓക്കെ, അതായത് എന്ത് പിക്ചർ നിങ്ങൾക്ക് കളറിങ് കോമ്പറ്റീഷനൊക്കെ ഒരു പിക്ചർ കിട്ടി, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചുമ്മാ വരയ്ക്കുന്നതാണെങ്കിലും ശരി, ഏത് പിക്ചർ കിട്ടിയാലും ആ പിക്ചറിൻ്റെ ബോർഡറിൽ കൂടെ നമ്മൾ ഒരു ക്രയോൺസ് വെച്ച് വരയ്ക്കണം. ആൻഡ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു റൗണ്ട്, ഒരു
സ്റ്റാർ, ഒരു എന്താ വരയ്ക്കാം, ട്രയാങ്കിൾ, ഇതിൽ എന്ത് ആണെങ്കിലും ഏത് പിക്ചർ ആണെങ്കിലും നമുക്ക് കിട്ടുമ്പോഴേ ഇത് ചെയ്യണം, ബോർഡർ വരയ്ക്കണം. നമുക്ക് കണ്ടോ, ഇപ്പോഴും ആൻറ്റി ഇങ്ങനെ റൗണ്ടായിട്ടല്ല വരയ്ക്കുക, കൈ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ആൻറ്റി. ഇത് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് വരയ്ക്കുക, ബോർഡർ വരയ്ക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബോർഡർ. അത് കഴിഞ്ഞിട്ടാണ് ഒരേ ഡയറക്ഷനിൽ ഫില്ല് ചെയ്യേണ്ടത്. സെയിം ഡയറക്ഷനിൽ ഒത്തിരി പ്രഷർ കൊടുക്കാതെ പെൻസിൽ പിടിക്കുന്ന പോലെ പിടിച്ച് ഫില്ല് ചെയ്യണം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ക്രയോൺസ് വെച്ച് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ആ വര കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ഇപ്പം നെക്സ്റ്റ് കളർ ബ്ലൂ. ഇനി ഇതും കണ്ടോ, സ്റ്റാറിന്റെ സൈഡിൽ കൂടെ നമ്മൾ ബോർഡർ വരയ്ക്കണം. അഗെയിൻ ഇൻ സെയിം ഡയറക്ഷൻ ബോർഡർ വരച്ചിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ. സെയിം ഡയറക്ഷൻ, ഇങ്ങനെ 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 സ്ലാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, എന്താ ഹൊറിസോണ്ടൽ ലൈൻ, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനില്ലേ. സ്റ്റാൻഡിങ് ലൈൻ, ആ ലൈൻ എല്ലാം കൂടെ എക്സ്പെരിമെൻ്റ് ചെയ്യരുത്, ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ വരയ്ക്കാവുള്ളൂ. ഓക്കെ, കണ്ടോ. പിന്നെ നെക്സ്റ്റ് ട്രയാങ്കിൾ ബോർഡർ വരയ്ക്കണം. ഇങ്ങനെ ബോർഡർ വരയ്ക്കുമ്പോൾ നമുക്ക് പുറത്ത് ചാടി പോവാതിരിക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ കണ്ടോ, ഈ ബോർഡർ വരയ്ക്കുമ്പോൾ പോലും ആൻറ്റിയുടെ കൈ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക പെൻഡുലം പോലെ. അപ്പം ആ കൈ ഇങ്ങനെ ആടാനാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. കുഞ്ഞായിട്ടാടാൻ, വില്ലായിട്ടാടാൻ, കുഞ്ഞായിട്ടാടാൻ, വില്ലായിട്ടാടാൻ, പട്ടി കൂട്ടിയാടാൻ, ലൈറ്റായിട്ടാടാൻ. ക്രയോൺസ് നന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് അതാണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 4 ടിപ്പ് നന്നായി പ്രാക്ടീസ് ചെയ്ത് സൂപ്പറായിട്ട് പഠിക്കണം. ഇത്രയും പഠിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാവുള്ളൂ. കാരണം എല്ലാം കൂടെ പഠിച്ചാൽ നമ്മുടെ തലയിൽ നിൽക്കില്ല. നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ബുക്കൊക്കെ എടുത്തിട്ട് എന്ത് പ്രാക്ടീസ് ചെയ്യണം, ആ പിക്ചറിൻ്റെ സൈഡിൽ കൂടെ ബോർഡർ വരയ്ക്കണം. പുറത്ത് ചാടാതെ നീറ്റായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ 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 വെച്ചുകൊണ്ട് ബോർഡർ വരയ്ക്കണം. എന്നിട്ട് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ 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 ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ശക്തി കൊടുത്തല്ലാതെ ക്രയോൺസ് ഒടിഞ്ഞു പോവാതെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ 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 ഫില്ല് ചെയ്യണം കേട്ടോ. നിങ്ങൾ നന്നായിട്ട് വരച്ചിട്ട് സൂപ്പറായെങ്കിൽ എനിക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു തരണം. ഓക്കെ, നന്നായി പഠിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ കാണണം. ഓക്കെ, ബൈ.